അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, മനഃശാസ്ത്ര പഠന ക്ലാസ് അധ്യായം 13 ഭാഗം 3. വിഷയം: മാതാപിതാക്കളുടെ കാര്യങ്ങൾ മക്കൾ തിരിച്ചറിയുക. മാതാപിതാക്കളുടെ സങ്കടങ്ങളും വിഷമങ്ങളുമൊക്കെ മക്കൾ അറിയണം എന്നതാണ് നമ്മുടെ ക്ലാസിൻ്റെ വിഷയം. മക്കൾ മുതിർന്നവരാകുമ്പോൾ, പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായക്കാരാകുമ്പോൾ, മാതാവിൻ്റെയും പിതാവിൻ്റെയും അഥവാ ഉപ്പയുടെയും ഉമ്മയുടെയും അച്ഛൻ്റെയും അമ്മയുടെയുമൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷങ്ങളുമൊക്കെ മക്കൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് മാതാപിതാക്കൾക്ക് നിങ്ങളോട് പ്രിയമുണ്ടാവുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ മുതിർന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ, ഒരു പിതാവിൻ്റെ രോദനം, സങ്കടങ്ങൾ അവർ അറിയുന്നില്ല, അറിയാൻ വേണ്ടി ശ്രമിക്കുന്നതും ഇല്ല. ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ വളരെ പ്രയാസകരമായിട്ടാണ് വരുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? മക്കൾ മുതിർന്നു വരുമ്പോൾ മാതാപിതാക്കളെ ഇഷ്ടപ്പെടാത്ത അവസ്ഥയാണ് ഉണ്ടായിത്തീരുന്നത്. അതിൽ നിന്നൊരു മാറ്റം നമുക്ക് വളരെ അത്യാവശ്യമായി വരേണ്ടതാണ്. സാധാരണ നാമൊക്കെ മരത്തിൻ്റെ താഴെയാണ് വെള്ളം ഒഴിക്കേണ്ടത്. മരത്തിന് മുകളിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരാൻ കാരണമാവില്ല, അത് നശിച്ചു പോകും. എന്നാൽ മരത്തിൻ്റെ താഴ്ഭാഗത്ത്, കടഭാഗത്ത്, അവിടെയാണ് വെള്ളം ഒഴിക്കേണ്ടത്, അവിടെയാണ് വളമിടേണ്ടത്. എന്നാൽ മാത്രമാണ് നല്ല നിലക്ക് ഫലപുഷ്ടിയുള്ളതാവുകയുള്ളൂ. കാരണന്മാരൊക്കെ പറയും പോലെ തല മറന്നെണ്ണ തേക്കരുത്. മാതാപിതാക്കളെ പരിചരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ലോകത്തും പരലോകത്തും രക്ഷ കിട്ടുകയുള്ളൂ. ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടി, 8-10 വയസ്സ് പ്രായമേ ആയിട്ടുള്ളൂ, ഒരു ആൺകുട്ടിയാണ്. ഈ ആൺകുട്ടി പിതാവിനോട്, അച്ഛനോട്, ഉപ്പയോട്, ബാപ്പയോട് ഫോണ് വേണമെന്ന് പറഞ്ഞു. മൊബൈൽ ഫോൺ വേണം. പിതാവ് പറഞ്ഞു, ഞാൻ വാങ്ങിച്ചു തരാം, 2 ദിവസം കഴിഞ്ഞോട്ടെ. അങ്ങനെ 4 ഒരാഴ്ചയായി കുട്ടിക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഉപ്പ ഉറങ്ങുന്ന സമയത്ത് ഈ കുട്ടി ഒരു കത്തിയും കൊണ്ട് പോയി ആ ഉപ്പയുടെ കഴുത്തറുത്തു കൊന്നുകളഞ്ഞു. എന്നിട്ട് ആ കുട്ടി ഉമ്മയോട് പറഞ്ഞു, എനിക്ക് മൊബൈൽ വാങ്ങിത്തരാത്ത ആ തന്തയെ ഞാൻ കൊന്നു ഉമ്മച്ചിയേന്ന്. എന്താണ് അല്ലേ? ഇതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ. മക്കൾക്ക് പണം വേണം. ഈ പണം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നാം അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാപ്പയുടെ, ഉപ്പയുടെ, അച്ഛൻ്റെ, പിതാവിൻ്റെ സങ്കടങ്ങൾ, അതേപോലെ ജോലി, എന്താണ് അവർക്കുള്ള ജോലി, എന്താണ് അവർ എങ്ങനെയാണ് അധ്വാനിക്കുന്നത്, എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നത്, ഇതെല്ലാം നാം അറിയണം. അറിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിലോ അവരോട് ഒരേ ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നിനക്കും പ്രായമാകും, നിനക്കും പ്രായമാകും, നീയും ഒരു ബാപ്പയാകും, നീയും ഒരച്ഛനാകും. അപ്പോൾ ഇതിനേക്കാളും ഇരട്ടിയായി നീ വേദനിക്കേണ്ടി വരും.
അപ്പോൾ ഈ ഒരവസ്ഥ നിനക്ക് ഇല്ലാതിരിക്കാൻ നീ എന്തു ചെയ്യണം? മരത്തിൻ്റെ കടഭാഗത്ത് വെള്ളമൊഴിക്കുക എന്നതുപോലെ നീ നിൻ്റെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിൻ്റെ ബാപ്പാനെയും ഉമ്മാനെയും നിൻ്റെ അച്ഛനെയും അമ്മയുമൊക്കെ നീ പരിചരിക്കുക. ഈ പരിചരണമാണ് നിനക്ക് ഗുണമായിട്ട് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ച് ചിലരൊക്കെ പറയാറുണ്ട്, അവർ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ആരാണവർ? അവർ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളാണ് എന്ന്. അപ്പോൾ ദൈവങ്ങളാണെന്ന മാതാപിതാക്കൾ. കാരണം അത്രയും ഉപകാരമുള്ള, അതല്ലെങ്കിൽ അത്രയും ശ്രേഷ്ഠതയുള്ള ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ. നാം ആ ബോധത്തോടുകൂടി നാം ജീവിക്കുക. അല്ലാഹു തആല പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.